കുറേ ദിവസം മുമ്പ് ഒരു പ്രകടനം നടന്നപ്പോൾ ആ പ്രകടനത്തിന് ഉന്തും തള്ളും ഉണ്ടാക്കി അവസാനം പോലീസിൻ്റെ ലാത്തി ചാർജും ഒക്കെ വന്നിട്ട് കുറേ ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു. വലിയ വിവാദമായി. അപ്പോൾ അവിടെ വിജയ് എന്ന് പറയുന്ന ഇളയ ദളപതി എന്നും പറയാം, ഇളയ ദളപതിയെ കൊച്ചാപ്പയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. സ്റ്റാലിൻ്റെ ഒരു MLA ചെയ്ത പണിയാണ് അതെന്നാണ് പറയുന്നത്. അദ്ദേഹം പോലീസിന് ആവശ്യമില്ലാത്ത നിർദ്ദേശം കൊടുത്ത ആൾക്കൂട്ടത്തെ അങ്ങോട്ടേക്ക് മോബിനെ തള്ളി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. എന്തായാലും വിജയിക്ക് അതൊരു വലിയ ബ്രേക്ക് ത്രൂ ആയി, വലിയ പ്രതിസന്ധിയുമായി. എന്നാൽ ഉയർത്തെഴുന്നേൽക്കാൻ ഒരു ചാൻസും കിട്ടി. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ കിടക്കുന്നതും ഇത്തരം സാഹചര്യങ്ങളും രണ്ട് രീതിയിൽ തിരിച്ചടിക്കാം. ഒന്നുകിൽ അതൊരു പോസിറ്റീവായിട്ട് വരാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വരാം. ഇവിടെ വിജയിക്ക് അത് പോസിറ്റീവായി വന്നു അത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ്. അതിനുശേഷം കോയമ്പത്തൂരിൽ വലിയ റാലി നടത്തി. തമിഴ്നാട് മുഴുവൻ വളരെ വലിയ റാലികളും ബഹളങ്ങളും ഒക്കെ നടത്തി. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സർവേകൾ പറയുന്നത്, എക്സിറ്റ് പോളുകൾ പറയുന്നത് കൗതുകകരമായ കാര്യങ്ങളാണ്. അതിൽ ആക്സിസ് മൈ ഇന്ത്യയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കുറേ കൂടി ഭേദപ്പെട്ട അല്ലെങ്കിൽ ശരിയോട് അല്ലെങ്കിൽ യഥാർത്ഥ എക്സാക്റ്റ് ഫലത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രവചനമാണ് സെഫോളജി പ്രകാരം ആക്സിസ് മൈ ഇന്ത്യയുടേത്. അവർ പറയുന്നു 98 മുതൽ 120 സീറ്റുകൾ വരെ പിടിച്ചുകൊണ്ട് TVK തമിഴ്നാട് വെട്രി കഴകം വിജയ് അധികാരത്തിൽ വരും. ADMK NDA മുന്നണി 22 മുതൽ 23 സീറ്റ് വരെയും DMKക്ക് 92 മുതൽ 110 സീറ്റ് വരെ മാത്രമേ കിട്ടൂ എന്നാണ് അവർ പറയുന്നത്. അതേസമയം മറ്റ് JCVയും മറ്റ് ആളുകളും പീപ്പിൾസും പൾസും പിമാർക്കും മറ്റ് സർവേകളെല്ലാം പറയുന്നത് കൃത്യമായി DMK മുന്നണി വരുമെന്നാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ പറയുന്ന DMK മുന്നണിയാണ്. പക്ഷേ എന്നാലും ഒരു ഏജൻസിയെങ്കിലും TVKക്ക് പറയുന്നു എന്നുള്ളത് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ വളരെ പ്രമുഖമായ കാര്യമാണ്. ഒരു സ്വീപ്പ് വിക്ടറി അല്ലെങ്കിൽ തൂത്തുവാരി ജയിക്കൽ അല്ലെങ്കിൽ ഒരു തരംഗമൊന്നും സ്റ്റാലിന് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ BJPയും AIDMKയും TVKയും കൂടെ ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ തീർച്ചയായും സ്റ്റാലിനെ അട്ടിമറിക്കാൻ കഴിയുമായിരുന്നു. സ്റ്റാലിൻ്റെ മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, SDPI ഉണ്ട്, അങ്ങനെ ഒത്തിരി മുസ്ലിം ലീഗുണ്ട്, ഒത്തിരി സംഘടനകൾ ചേർന്നിട്ടാണ് സ്റ്റാലിൻ്റെ DMK മുന്നണി മത്സരിക്കുന്നത്. ഈ സർവേകൾ പ്രകാരം DMK മുന്നണിക്ക് ഇപ്പോൾ മാട്രിക്സ് പറയുന്നത് 122 മുതൽ 132 വരെ സീറ്റ് കിട്ടും. അപ്പോൾ പക്ഷേ ADMKക്ക് 87 മുതൽ 90 വരെ സീറ്റാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നത് 120 മുതൽ 140 സീറ്റ് വരെ DMKക്ക് നേടുമ്പോൾ 60 മുതൽ 80 സീറ്റുകൾ വരെ ADMKയും 30 മുതൽ 40 സീറ്റുകൾ വരെ TVKയും തമിഴ് വെട്രി കഴകം വിജയുടെ പാർട്ടിയും പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വിജയുടെ പാർട്ടി 67 മുതൽ 81 വരെ സീറ്റ് പിടിക്കുന്ന കഥകളും പറയുന്നുണ്ട്. 75 മുതൽ 95 വരെ സീറ്റ് പിടിക്കുകയാണെങ്കിൽ കാമാക്കി അനലിറ്റിക്സ് അനുസരിച്ച് തൂക്ക് സഭ വരാനുള്ള സാധ്യതയുമുണ്ട് തമിഴ്നാട്ടിൽ. കേരളത്തിലും 14 സീറ്റ് BJP പിടിക്കുകയാണെങ്കിൽ തൂക്ക് സഭ വരും. അത് പറയുന്ന ഏജൻസി എന്ന് പറയുന്നത് അത് ഈ പീപ്പിൾസ് ഇൻസൈറ്റ് ആണ്. അത് പറയുന്നത് രണ്ടാണ് പറയുന്നത്. പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നതനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ തൂക്ക് സഭ വരും. കാമാക്കി അനലിറ്റിക്സ് പറയുന്നതനുസരിച്ചാണെങ്കിൽ തമിഴ്നാട്ടിൽ തൂക്ക് സഭ വരും. അപ്പോൾ എന്തായാലും വളരെ വലിയ വ്യത്യാസത്തിലാണ് പോളുകൾ നിൽക്കുന്നത്. പിന്നെ ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾ നിൽക്കുന്നത്. എന്തായാലും മെയ് മാസം 4-ാം തീയതി 2026 മെയ് മാസം 4, നാളെ മെയ് 1 2, 3, 4 ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, അതായത് 4-ാം തീയതി വളരെ കൃത്യമായി ഈ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ പുറത്തു വരും. രാവിലെ 11 ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ട്രെൻഡ് അറിയാൻ പറ്റും. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ മറ്റ് 2 സംസ്ഥാനങ്ങളുടെ കഥയ്ക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആസാമിൽ 85 മുതൽ 100 സീറ്റുകൾ വരെ പിടിച്ച് 3-ാം ടേമിലും നമ്മുടെ ഇപ്പോഴത്തെ മാമ തന്നെ അധികാരത്തിൽ വരും. മാമൻ അത്രമാത്രം ആൾക്കൂട്ടത്തെ മാമൻ സ്വാധീനിക്കുന്നുണ്ട്. മാമനും മോദിയും കൂടെ മോദി മാമ എന്നാണ് ആളുകൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. അത് ആപാലവൃത്ത ജനങ്ങളുമായി ഡാൻസ് ചെയ്യുന്ന നല്ല റീൽസ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്കൊക്കെ അപ്പുറം ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ജനങ്ങളടുത്തേക്ക്, നമ്മൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊക്കെയാണ് ജനങ്ങളടുത്ത് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതായി കണ്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ജനങ്ങളോടൊപ്പം ഡാൻസ് ചെയ്ത് ജനങ്ങളിൽ ഒരാളായി മാറി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക്, കൊച്ചു കുട്ടികളുടെ ഇടയിലേക്ക് വരെ ഇറങ്ങിപ്പോകാൻ
വാഹനജാഥയെ പോകുമ്പോൾ ഒരു അംഗപരിമിതിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇരിക്കുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ചാടി ഇറങ്ങിപ്പോയിന്ന് സെൽഫി എടുക്കാനൊക്കെ കഴിയുന്ന അത്ര വളരെ വളരെ വലിയ മാമ തന്നെ അവിടെ വലിയ വോട്ട് പിടിക്കും. മാമയുടെ അടുത്തെത്താൻ ഒരാളിനും കഴിയത്തില്ല. കോൺഗ്രസിന് 24 സീറ്റോ ഒക്കെ കിട്ടുമ്പോൾ മാമന് 100 സീറ്റാണ് കിട്ടുന്നത്. മറ്റൊരു ഏജൻസി പറയുന്നത് JVC പറയുന്നതനുസരിച്ചും മാമന് 101 സീറ്റ് കിട്ടും. അങ്ങനെ മാമൻ 96, 100 കുറഞ്ഞ് മാമനൊരു കളിയില്ല. അപ്പോൾ മാമൻ അവിടെ നന്നായി വോട്ട് പിടിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ചയില്ല. പുതുച്ചേരിയിൽ NDA മുന്നണിയാണ് പിടിക്കുക. പുതുച്ചേരിയിലും വലിയ ചർച്ചയ്ക്ക് കാര്യമില്ല. തമിഴ്നാട്ടിൽ അതല്ല സ്ഥിതി. തമിഴ്നാട്ടിൽ അട്ടിമറി നടക്കും. അങ്ങനെ തമിഴ്നാട്ടിൽ അട്ടിമറി, കേരളത്തിൽ അട്ടിമറി, ബംഗാളിൽ ഹിമാലയൻ അട്ടിമറി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം വീണ്ടും പൂത്തുലയും. അതിൻ്റെ വസന്തകാലം വരും. കാരണം ഭരണക്കാരെ മാറ്റി പ്രതിപക്ഷത്തിരിക്കുന്നവരെയും കൂടി ഭരണത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ജനാധിപത്യത്തിന് പുതിയ ജനാധിപത്യം തളിരിടുന്നത്, പുതിയ ആവേശമുണ്ടാകുന്നത്. അങ്ങനെ മാറി മാറി ഭരിക്കട്ടെ. തുടർച്ചയായി ബംഗാൾ ജ്യോതി ബസു സംഘവും ഭരിച്ച് നാശക്കോട്ടയാക്കി. മമതാ ബാനർജി ഭരിച്ച് ഗൂണ്ടായുസത്തിൻ്റെ ഗൂണ്ടാലാൻഡാക്കി മാറ്റി. ഇനി കുറച്ചു കാലം BJP ഭരിക്കട്ടെ. അതുപോലെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ DMK ഭരിക്കുന്നു. അത് മാറി പുതിയ കൊച്ചു പയ്യൻ, നമ്മുടെ പയ്യൻസ് ഇളയ ദളപതി വിജയ് തമിഴ്നാട്ടിൽ വരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാം കാത്തിരുന്ന് കാണാം. മെയ് 4 വരെ. എന്തായാലും ഇളയ ദളപതി, വലിയ ദളപതി അവിടെ ഉണ്ട്, രജനീകാന്ത്. ഇളയ ദളപതി തമിഴ്നാടിനെ എടുത്ത് മറിക്കുമോ? 4-ാം തീയതി കാത്തിരുന്ന് കാണാം.